ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം തന്നെയുള്ള ഒരു പുറത്തേക്കുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു, കുറച്ച് ദിവസമായിട്ട് നല്ല ചൂടും. അപ്പോൾ ഇന്നലത്തെ മഴ എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ഈ ചൂടിനൊക്കെ നല്ലൊരു ആശ്വാസമായൊരു മഴ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ ഇറങ്ങി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മളെ പൂക്കളൊക്കെ മഴ പെയ്തിട്ട് ഒന്നാകെ വെള്ളം നിറഞ്ഞൊക്കെ കനം കൊണ്ട് വാടി തൂങ്ങി കിടക്കുകയാണ് കേട്ടോ. നല്ല വെയിലത്ത് പൂക്കളൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ചെടികളൊക്കെ കണ്ടപ്പം പിന്നെ എനിക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല കാറ്റും കൂടി വീശിയിട്ടുണ്ട് എന്നുള്ളത്. ഒക്കെ ആടി അലിഞ്ഞ് എന്താ പറയുക, പൂക്കളൊക്കെ കുറേ കൊഴിഞ്ഞും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലെ വെള്ളങ്ങളൊക്കെ തട്ടി ഇതാക്കി അങ്ങനെ നോക്കി. നല്ല രസമാണ് ഈ വെള്ളങ്ങൾ ചെടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വീഴുന്നത് കാണാനൊക്കെ നല്ല രസമാണല്ലോ. അതേപോലെ തന്നെ ഒരുപാട് റോസാപ്പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇതേപോലെ കൊഴിഞ്ഞൊരൊറ്റ മഴയ്ക്ക് പൂവും ഒക്കെ അങ്ങോട്ട് നാശമായിപ്പോയി. ഈ വെയിലത്ത് പൂക്കളൊക്കെ കാണാനും പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴ അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും ഈ വേനൽ മഴ ഒരു പ്രത്യേക എന്താ പറയുക, നമുക്കൊരാശ്വാസവും ഒക്കെയാണ് ഈ വേനൽ മഴ. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനിടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ എന്തായാലും നല്ലൊരു മഴ കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെയാണ് ചെറുതായിട്ടെങ്കിലും ഒരു തെറ്റില്ലാത്ത രീതിയിലൊരു മഴ പെയ്തത്. പിന്നെ കുറച്ച് നേരം മുറ്റത്ത് ചെടികൾക്കിടയിലൂടെയൊക്കെ അങ്ങനെ നടന്നു. നമ്മുടെ ചെടികളൊക്കെ അങ്ങനെ നോക്കി. എന്താ പറയുക, നമ്മൾ എത്ര നനച്ച് കൊടുത്താലും മഴ പെയ്തിട്ട് ആ വെള്ളം എന്താ പറയുക മണ്ണിലേക്ക് വലിച്ചെടുത്ത് അങ്ങനെ കിട്ടുന്ന ഇതൊരു വേറൊരു ഇത് തന്നെയാണല്ലോ. നമ്മൾ എത്ര നനച്ചാലും. പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ചെറിയൊരു ക്ഷാമമുണ്ട്. അപ്പം വാട്ടർ അതോറിറ്റീൻ്റെ ആ വെള്ളം കൊണ്ടൊക്കെയാണ് നനയ്ക്കാറ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കലാത്തിയ ചെടി നടുന്നതിന് ഒക്കെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തൈയൊക്കെ പൊട്ടി വന്ന് ഇതായിട്ടുണ്ട്, വേരൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ പുറത്തു കൂടെ നടന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതായിരിക്കട്ടെ എന്ന് കരുതി എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ കിച്ചണിലേക്ക് കയറുന്നത്. പിന്നെ സഞ്ജുവിന് ഇന്ന് ക്ലാസ്സില്ല. ചക്കരയ്ക്കാണെങ്കിൽ ഉച്ചവരെയേ ക്ലാസ്സുള്ളൂ. അതുകൊണ്ട് രാവിലെ വലിയൊരു തിരക്കില്ല. പിന്നെ ചായക്കാണെങ്കിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്തുകാരുടെ സ്വന്തം ഓട്ടട എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. നമുക്കൊരു എളുപ്പമാണ് ഓട്ടടയാകുമ്പം. രാവിലെ തന്നെ മാവരച്ച് ഇതാക്കി കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി കിട്ടണമെന്നേ ഉള്ളൂ. ചില ദിവസം ചിലപ്പോൾ ഒത്തിരി എന്താ പറയുക വെള്ളം കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടടയും പണി തരും. ഇന്നെന്തായാലും നല്ല അടിപൊളി ഓട്ടട റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്ടടേൻ്റെ കൂടെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്ടടയും ഗ്രീൻ പീസ് കറിയും. പിന്നെ ബോബിയേട്ടൻ എന്തായാലും അരി ഭക്ഷണം കഴിക്കാറില്ല രാവിലെ. അപ്പോൾ പിന്നെ കുറച്ച് ചപ്പാത്തി കൂടി ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. പിന്നെ രാവിലെ ചായയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. അപ്പം പിന്നെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയോന്ന്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. അതിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേ യൂട്യൂബ് വഴി ചെറിയൊരു എഡിറ്റിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കേക്ക് സ്റ്റുഡിയോൻ്റെ ഒരു ഇതിൽ വന്നൊരു ഇതാണ്. ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെയറായിട്ട് അങ്ങനെ അവർ മെസ്സേജ് അയച്ചിട്ട് വന്നൊരു എഡിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ തേങ്ങ അരച്ചിട്ടൊന്നും വെക്കാറില്ല. പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഗ്രേവി പോലെ ആക്കിയിട്ടാണ് കേട്ടോ ഗ്രീൻ പീസ് കറി വയ്ക്കാറ്. ചിലവരിങ്ങനെ ഇഷ്ടപോലെയൊക്കെ വെക്കാറുണ്ട്. ചക്കരയ്ക്ക് പിന്നെ അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയാണ് വയ്ക്കാറ്. പിന്നെ രാവിലെ തന്നെ ആകുമ്പോൾ ഇതൊരു എളുപ്പ പണിയും കൂടിയാണ് കേട്ടോ. തേങ്ങ ചിരവേണ്ട, അരയ്ക്കേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു കറി ആകുമ്പോൾ നമുക്കതൊരു എളുപ്പം കൂടിയാണല്ലോ. അപ്പോൾ അതേ നമ്മുടെ ഗ്രീൻ പീസ് കറിയും ഓട്ടടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ കൂടി സഞ്ജു ഉൾപ്പെടുത്തി എടുത്തതുകൊണ്ട് അവളുടെ ഫോണിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് അവൾ എടുത്തുകൊണ്ട് പിന്നെ അതും കൂടി അങ്ങനെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. പിന്നെ ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതുകൊണ്ട് എന്താ പറയുക, മനസ്സിന് തന്നെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമുക്ക് പുറമുള്ള കാര്യങ്ങളോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും ചിന്ത കൊടുക്കാനോ ആവാനോ ഒന്നുമുള്ള ടൈമേ ഇല്ല എന്നുള്ളതാണ് കേട്ടോ വേറൊരു കാര്യം. പിന്നെ സ്വതവേ ഞാനെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ ഒരാളോട് പറയാൻ പറ്റാത്ത ഒന്നും പറയാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് നമുക്ക് ഈ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പം എനിക്കൊരുപാടൊരു എന്താ പറയുക, മനസ്സൊക്കെ ഒന്നൊരു ഫ്രീ ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്കെന്താ
നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ കണ്ടെത്താലോ എളുപ്പത്തിൽ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയത്. പക്ഷേ ഇതത്ര എളുപ്പമൊന്നുമല്ല. നമ്മൾ നന്നായിട്ടൊരു എഫേർട്ട് എടുത്താൽ തന്നെയുള്ളൂ കേട്ടോ നമുക്കിത് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടി ചാനലൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നെ വൈകിട്ട് കൊടുങ്ങല്ലൂർ പോണവർ നമ്മുടെ വീട്ടിൽ അരിയും പൂവൊക്കെ ഇടാൻ വേണ്ടി വരും കേട്ടോ. ആ വീഡിയോയും കൂടിയാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനലിലൂടെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.